ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. അല്പസമയം ദൈവത്തിന് പകരം നമുക്ക് ശ്രമിക്കാം. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, യേശു ഈ പ്രകാരം അരുളി ചെയ്തു, അതായത് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ. കർത്താവായ യേശു ക്രിസ്തുവാണ് വെളിച്ചം, ലോക വെളിച്ചം. ഒന്ന് രക്ഷിതാവാണ്, രണ്ട് രക്ഷിതാവാണെങ്കിലും ലോകത്തിലെ വെളിച്ചവും കൂടെയാണ്. നിത്യ സൂര്യനായ ദൈവം എന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവന് ഇരുള് ഒന്നുമില്ല. നമുക്ക് മനുഷ്യരായിരിക്കുന്നവർക്ക് രാത്രി പകലും വേർതിരിച്ചിട്ടുണ്ട് ദൈവം. നമുക്ക് രാത്രിയാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇരുളാണ്. പക്ഷെ ദൈവത്തിന് രാത്രി പകലും ഒരുപോലെ വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണ്. എന്നാൽ മറ്റൊരു തലത്തിൽ ഇരുളിൻ്റെ വ്യാപാരമുണ്ട്, പിശാചിൻ്റെ ഇരുളിൻ്റെ പ്രവർത്തനമാണ്. പൈശാചിയും ലോകത്തിൽ മനുഷ്യനെ മൃഗീയമായ രീതിയിൽ ആക്രമിക്കുകയും കൊല്ലുകയും ഇരുളിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന ഒരു പൈശാചിക ശക്തി ലോകത്തുണ്ട്. അത് ഇന്നും മനുഷ്യനെ ഇതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു വെളിച്ചമാണ്. യേശുക്രിസ്തുവിൽ വരുന്നവർ വെളിച്ചത്തിലേക്ക് നടത്തുകയാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവരും വെളിച്ചത്തിലേക്ക് വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാശത്തിൻ്റെ വഴിയാണ് ഇരുള്. പലരും ഇരുളിൽ തപ്പി നടക്കുന്നവരാണ്. എന്നാൽ ക്രിസ്തുവിലുള്ളവർക്ക് ഇരുളില്ല. കാരണം വെളിച്ചത്തിൽ കൂടെയാണ് നടക്കുന്നത്. യേശു ക്രിസ്തു നിത്യ വെളിച്ചമാണ്. സ്വർഗീയ പദ്ധതിയാൽ ദൈവം നടത്തുന്ന ദൈവമാണ്. പഴയ നിയമത്തിൽ നമുക്ക് ശൗലിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കഴുതയെ തിരക്കി അലഞ്ഞ് നടന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇസ്രായേലിൻ്റെ ഒരു രാജാവായി മാറ്റി ദൈവം. തനിക്ക് അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ തലയെടുപ്പുള്ള ഒരാളായിരുന്നു. അതായത് നല്ല നീളമുള്ള ഒരാളായിരുന്നു. നീളം നോക്കി തന്നെ തിരഞ്ഞെടുത്തു. പക്ഷെ വലിയ ധൈര്യശാലിയൊന്നും ഉള്ള ആളല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിന് യുദ്ധം നേരിട്ടപ്പോൾ താൻ വിറക്കിയായിരുന്നു. മറിച്ച് ദാവീദാണ് അതിനെ നേരിട്ടത്. ദൈവത്തിൻ്റെ പദ്ധതികളും വ്യവസ്ഥകളും ദൈവാത്മാവിനാൽ നമ്മെ ശക്തീകരിക്കാനിടയായിത്തീരും. ദാവീദിനെ രഹസ്യമായി വിളിച്ചു കുന്തം എറിഞ്ഞു. പക്ഷെ കുന്തമൊന്നും ദാവീദിൻ്റെ ദേഹത്തൊന്നും തറച്ചില്ല. കാരണം ദൈവം ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവസാനം ഈ കുന്തത്തിൽ തന്നെ താൻ യെരൂശലേമിൽ വീണ് മരിക്കാനിടയായി. ആരാ? ശൗല്. രാജ്യം അതോടെ നശിച്ചുപോയി ശൗലിൻ്റെ. അവസാനം ദാവീദാണ് അത് ഏറ്റെടുത്തത്. രാജ്യം ഇസ്രായേലിന് വേണ്ടി ഭരിപ്പാൻ ദാവീദിനെ അഭിഷേകം ചെയ്ത് ദൈവം ആക്കി മാറ്റിയത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ, അനേക നന്മകൾ ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തെ നാം മറന്നു പോകാതെ ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. അഹങ്കാര സ്വഭാവം ഒരിക്കലും മനുഷ്യന് പാടില്ല. എന്തൊക്കെ ആയി എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകും. മറിച്ച് നമുക്ക് ഒന്നുമില്ല, ദൈവം എന്നെ നടത്തും, പരിപാലിക്കും, ഒരു സാധാരണ മനുഷ്യൻ നിലയിൽ അഭിഷേകത്തിൻ്റെ നിലയിൽ നിന്ന് പോയാൽ ദൈവം നമ്മെ നടത്തുവാനിടയായിത്തീരും. അഭിഷേകത്തിൻ്റെ പല തലങ്ങളാണുള്ളത്. അഭിഷേകത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഒരുവിൽ അഭിഷേകം വന്നു കഴിഞ്ഞാൽ ആൾ മാറുന്നവനായി, ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും, പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും. അഭിഷേകം നമ്മെ നടത്തുവാനിടയായിത്തീരും. അതാണ് അഭിഷേകത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. കാരണം ദാവീദിൻ്റെ ജീവിതത്തിൽ അഭിഷേകം വന്നപ്പോഴാണ് രാജാവായി മാറിയത് ഇസ്രായേലിൻ്റെ. അതിനു മുമ്പ് ദാവീദ് ആട്ടിടയനായിരുന്നു. അഭിഷേകം വന്നപ്പോഴാണ് സ്തോത്രം താൻ രാജാവിൻ്റെ നിലയിൽ അല്ലെങ്കിൽ ലെവലിൽ എത്തിച്ചേർന്നത്. പ്രൈസലോട്. ജീവിതത്തിൻ്റെ മേഖലകളിൽ
ആരും അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നാം ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിക്കണം. കാത്തിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ച് നിലനിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ജയിച്ച് മുന്നേറാൻ കഴിയൂ. പിശാചികളുടെ പ്രവൃത്തിയാണ് അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പലരെയും തകർത്തുകൊണ്ടിരിക്കുകയാണ് പിശാച്. പക്ഷെ ദൈവം കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിച്ച് അവൻ്റെ മകനാക്കി മാറ്റിയിരിക്കുന്നതുകൊണ്ട് ശത്രുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞ്, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ, എപ്പോഴും പ്രാർത്ഥിപ്പിൻ എന്നാണ് ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. കാരണം പലർക്കും പ്രാർത്ഥനയിൽ മടുപ്പാണ്. എപ്പോഴും പ്രാർത്ഥനയൊന്നും ഇല്ല പലർക്കും. പ്രാർത്ഥനയിലാണ് ഒരു മനുഷ്യനെ നിലനിർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അബ്രഹാം ലോത്തിനെ ഓർത്ത് പ്രാർത്ഥിച്ചെന്ന് ദൈവവചനം പറയുന്നുണ്ട്. ലോത്ത് എന്ന് പറയുമ്പോൾ സഹോദരൻ്റെ മകനാണ്. താൻ സ്വതः ഗോപുരയിൽ താമസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ആ ദേശത്ത് പതിക്കുന്നതിന് മുമ്പ് ലോത്തിനെ അവിടുന്ന് വിടുവിച്ച്. ഇത് ഈ അബ്രഹാമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലാണ്. തീർച്ചയായി ദൈവത്തോട് മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേലിൽ വലിയ വിടുതൽ നൽകുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. പറഞ്ഞു മാറ്റി ചെയ്യുന്ന വിടുതലല്ല, ദൈവം നേരിട്ട് റൈറ്റായിട്ട് വിടുവിക്കുന്ന വിടുതലാണ് ദൈവ അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവം വിടുവിക്കണം. ഇവിടെ ലോത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. ദൈവമാണ് ലോത്തിനെ വിടുവിച്ചത്. ലോത്തിൻ്റെ ഭാര്യ പുതുണായി ലോത്തിനെ വിടുവിച്ച് വിടുതൽ അവിടെ നടന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട് എന്നുള്ളത് തെളിവ് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. സ്തോത്രം. പത്രോസിനെ കാരാഗൃഹത്തിൽ ഇട്ടപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതാണ്. കാരാഗൃഹത്തിൽ കിടന്ന പത്രോസിനെ ദൈവം വിടുവിച്ചു. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടത്, ഇരുമ്പ് ഓടാമ്പലുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്ന ജയിൽ അതിൽ നിന്ന് തുറന്ന് പുറത്തു വന്നു. പത്രോസ് ഇങ്ങനെ വിചാരിച്ചത്, ഞാൻ സ്വപ്നം കാണുന്ന പോലെ തോന്നി. പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലായത് ദൈവം എന്നെ വിടുവിച്ചത്. അത് പ്രാർത്ഥനയുടെ ശക്തിയുടെ വിടുതലാണ്. പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിക്കും. കാരണം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിടുതൽ കാണാൻ കഴിയുമെന്ന് കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് അതിൻ്റെ അർത്ഥത്തിലാണ്. ദൈവം വെറുതെ ഒന്നും പറയില്ല. ദൈവത്തിൻ്റെ ആലോചനയൊക്കെ ദൈവത്തിൻ്റെ ശക്തമായ ആലോചനകളാണ്. എന്ത് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ മാറ്റും. പ്രാർത്ഥിച്ചെങ്കിൽ അത് മാറാനിടയായിത്തീരും. ദൈവത്തിൻ്റെ ശക്തിമർന്ന കൃപ നമ്മുടെ ജീവിതത്തിൽ നൽകുവാനിടയായിത്തീരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന സന്ദേശം എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അനുഭവം ആയിരിക്കുന്നെങ്കിൽ സ്നേഹിതരെ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ഇതെല്ലാം മാറ്റിത്തരും. മറ്റൊരു ഭാഗം ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഈ മലയോട് നീങ്ങി കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ അതുപോലെ സംഭവിക്കും എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവം. അതിൻ്റെയൊക്കെ ഉറപ്പെന്ന് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനയിൽ പ്രയാസകരമായി തോന്നുന്ന ഏത് വിഷയങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ വിടുതൽ തരാൻ ദൈവം ശക്തനായ ദൈവമാണ്. ദൈവം വിടുവിക്കണം. ദൈവം വിടുതൽ തരാതെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരിക്കലും അതൊരു വിടുതലായി മാറാൻ കഴിയില്ല. ദൈവം ഒന്ന് ഹൃദയത്തിൽ വിടുതൽ നൽകുന്നു, രണ്ട് ശരീരത്തിൽ വിടുതൽ നൽകുന്നു. നമ്മെ ശരീരം മുറുക്കുന്ന, നമ്മുടെ ശരീരത്തെ മുറുക്കുന്ന, ദണ്ഡിപ്പിക്കുന്ന ചില ദുഷ്ടവ്യാപാരക്കെട്ടുകളുണ്ട് പിശാചിൻ്റെ. പ്രേക്ഷലാമെ അത് അഴിഞ്ഞു മാറുവാനിടയായിത്തീരും. നമ്മുടെ ബുദ്ധിയെ കെട്ടുന്ന ദുഷ്ടം പിശാചുണ്ട്. പ്രാർത്ഥിച്ചാൽ നമ്മുടെ ബുദ്ധി നമുക്ക് നേരായി വരും. ദൈവത്തിൻ്റെ ശക്തി ആർന്ന കൃപ നമ്മൾ ജ്വലിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, ദയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ, മനസ്സലുണ്ടാകണമേ, അടിയോട് ദൈവകൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൃപ തന്ന് നമ്മെ നടത്തുവാനിടയായിത്തീരും.
ഈ ലോകത്തിൽ ദൈവസന്നതിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ദൈവം എല്ലാം വെളിപ്പെടുത്തി തരുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ഈ യാക്കോബ് പ്രൈസലാമെ ദൈവം വിളിച്ചെങ്ങനെയാണ് യാക്കോബിന്? സ്തോത്രം, പുഴുവായ യാക്കോബ്. ഒരു പുഴുവിൻ്റെ അനുഭവമായിരുന്നു യാക്കോബിന്. അതുകൊണ്ട് കർത്താവ് അങ്ങനെ വിളിക്കാനിടയാക്കിയിരുന്നത്. പുഴു എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പുഴു വെറുക്കുന്നവരാണ്. പുഴു ആട്ടും. പുഴു ചില മരങ്ങൾ ഉണ്ടെങ്കിൽ പുഴു അതിനടിയിൽ കൂടെ തുറന്ന് ഈ മരത്തെ ഇല്ലായ്മയാക്കാൻ കഴിയും. പക്ഷേ യാക്കോബ് മരുഭൂമിയിൽ ദൈവമായും ദൂതനുമായും മല്ല് പിടിച്ചപ്പോൾ ദൈവ അനുഗ്രഹം ഉണ്ടായപ്പോൾ ആ പുഴുവിൻ്റെ അനുഭവം മാറി. പിന്നെ യാക്കോബ് അനുഗ്രഹമായി മാറി എന്ന് തിരുവനന്തപുരത്ത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രൈസലാമെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നത്. ഇവിടെ പുഴുവിൻ്റെ അനുഭവം മാറി. സ്തോത്രം. യാക്കോബിനെ അനുഗ്രഹിപ്പാനിടയായി ദൂതനുമായാണ് മല്ല് പിടിച്ചത്. മനസ്സിലാക്കണം പ്രൈസലാമെ. യാക്കോബിൻ്റെ തോട്ട ഉളുക്കി എന്നാണ് ദൈവം വിളിച്ചു പറയുന്നത്. സ്തോത്രം. അതൊരു അത്രമാത്രമായി സ്തോത്രം ഒരു മൽപ്പിടുത്തമായിരുന്നു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടില്ല. ദൂതനുമായി ദൈവത്തിൻ്റെ അനുഗ്രഹം യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആ പുഴുവിൻ്റെ അവസ്ഥ മാറി. ദൈവ അനുഗ്രഹമുള്ളവനായി മാറി. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. സ്തോത്രം. നമ്മുടെ അവസ്ഥകൾ പല രീതിയിലാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ. അത് മാറണമെങ്കിൽ ദൈവാനുഗ്രഹം വരുമ്പോൾ അതൊക്കെ മാറും. അത് സ്തോത്രം. ചിലർ അയില് വാന്തുന്നവരുണ്ട്, ചിലർ നുണ പറയുന്നവരുണ്ട്, ചിലർ കള്ളം പറയുന്നവരുണ്ട്, ചിലർ മറ്റുള്ളവർ അസൂയ കാണുന്നവരുണ്ട്, ചിലർ മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് സ്തോത്രം ഹല്ലേലൂയ അസൂയ മാറുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ചില അവസ്ഥകളുണ്ട്. ഈ അവസ്ഥകൾ മാറണമെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. ദൈവാനുഗ്രഹം ഉണ്ടായാൽ, കർത്താവായ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം ഉണ്ടായാൽ ഈ അവസ്ഥയെല്ലാം മാറും. നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറും. ദൈവാലോചന കേൾക്കുന്ന ഒരു മനുഷ്യനായി മാറും. ഇല്ലെങ്കിൽ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ നമ്മൾ ലോകത്തിലെ ഈ പുഴുവിനെ പോലെ ആയിത്തീരും. പലരെ ആട്ടും. സ്തോത്രം. ഈ പുഴു ആട്ടുന്ന കണ്ടിട്ടില്ലേ? ഭയങ്കര ചൊറിച്ചില. അവിടെ എല്ലാം പൊള്ളുന്ന തൊലിയെല്ലാം പൊങ്ങി വരുന്നതായി കാണാൻ കഴിയും ചില പുഴുകൾ ആട്ടുമ്പോൾ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വലിയ പ്രയാസകരമായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക് മാറും. പക്ഷെ ദൈവ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ആ പുഴുവിൻ്റെ അവസ്ഥ മാറും. പിന്നെ കർത്താവ് വിളിച്ചു പറഞ്ഞ് യാക്കോബേ എന്ന. സ്തോത്രം. പുഴുവായ യാക്കോബിനെ വിളിച്ച ദൈവം പിന്നീട് അവസാനം വിളിച്ചത് യാക്കോബെ, ഇസ്രായേലിൻ്റെ യാക്കോബെ. അനുഗ്രഹം വന്നപ്പോൾ അതാണ് ദൈവത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. അവ തലകണയെടുത്ത് കല്ല് വെച്ച് തലകണ പോലെ ആ തല അതിനകത്ത് വെച്ച് ഉറങ്ങി. ദൈവദൂതന്മാർ കോവേണി വഴി കയറി ഇറങ്ങുകയും ചെയ്യുന്നതായി ഒരു ദർശനം കണ്ടു. യാക്കോബിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ ഒരു ദർശനമാണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്താണ് അത് മനസ്സിലാക്കി ജീവിതം ക്രമപ്പെടുത്തി നാം മുന്നേറുമ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. വേദനകരമായ അനുഭവങ്ങളെ മാറ്റി, പ്രയാസകരമായ അനുഭവങ്ങളെ മാറ്റി, പ്രതിസന്ധികളായ അനുകൂലങ്ങളെ മാറ്റി പ്രൈസലാമേ ദൈവം അനുകൂലമായി പ്രവർത്തിപ്പാൻ ഒരു ശക്തനായ ദൈവമുണ്ട്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. അതായത് കർത്താവ് പറഞ്ഞ് വെളിച്ചം ഉള്ളിടത്തോളം വിശ്വസിപ്പിൻ. അതായത് വെളിച്ചത്തെ വിശ്വസിപ്പിൻ. കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മുടെ വെളിച്ചം. കർത്താവ് യേശു ക്രിസ്തുവാണ് നിത്യ വെളിച്ചം. കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മൾ വെളിച്ചത്തിലേക്ക് നടത്തുന്ന ദൈവം. അവനിൽ ഒട്ടും ഇരുളില്ല. പൈശാചിക മണ്ഡലങ്ങളെ തച്ചുടച്ചുകൊണ്ട് നമ്മെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയെ സമർപ്പിച്ച് ജീവിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിപ്പാനിടയായിത്തീരും, ദൈവം നമ്മെ ശക്തീകരിപ്പാനിടയായിത്തീരും.
കർത്താവ് പ്രേക്ഷകൾ നമ്മെ വിടുവിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ഈ വെളിച്ചം ഒരു നാളും മാറില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെയുണ്ട്. അതായത് ലോകാവസാനം വരെയും ക്രിസ്തുവായ വെളിച്ചം ഉണ്ടായിരിക്കും. ഒരിക്കലും ഇരുളില്ല. പ്രേക്ഷകളോട് ക്രിസ്തുവിൽ വെളിച്ചമാണുള്ളത്. ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആകയാൽ ഞാൻ ഉപസംഗ്രഹിക്കുന്നതിൽ നമ്മത്തുണ്ടാകട്ടെ. ആമേൻ.